ഓക്കെ, നമ്മൾ ചാപ്റ്റർ 1 സെറ്റ് എന്ന് പറയുന്ന പാഠം പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് എക്സസൈസ് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഒന്നാമത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളക്ഷൻ ഓഫ് ഓൾ മന്ത് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. ഓക്കെ, നമ്മളിവിടെ എല്ലാ മന്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബിഗിനിങ് വിത്ത് ജെ ആണ് ചോദിച്ചേക്കുന്നത്. ഏതാ? ജാനുവരി ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്. അപ്പം അത് മാത്രം എടുത്ത് ഇങ്ങോട്ട് എഴുതി വെക്കണം. അപ്പം ഇത് മൂന്നുമാണ് ഒന്നാമത്തേൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളക്ഷൻ ഓഫ് മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. അത് പറയാൻ പറ്റുമോ ഇന്ത്യയിലെ മോസ്റ്റ് ടാലൻറ്റേഴ്സ് ആരാന്ന്? അപ്പം ഇറ്റ് ഈസ് നോട്ട് എ ഡിഫൈൻഡ് പ്രോപ്പർട്ടി, അല്ലെ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ് എന്ന് എഴുതിയാൽ മതി. എ ടീം ഓഫ് 11 ബെസ്റ്റ് പ്ലെയേഴ്സ്. ഞാൻ തിരിച്ചു വെച്ചില്ല, അത് ഞാൻ തിരിച്ചു വെച്ചു. ആലോചിച്ച്, ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ വേൾഡ് ആരാത്? നമുക്ക് പറയാൻ പറ്റുമോ? ബെസ്റ്റ് ക്രിക്കറ്റ് മാൻസ് ഓരോ ആൾക്കാരുടെ ഓരോരുത്തരായിരിക്കും പേഴ്സൺസ് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ് എന്ന് എഴുതണം. ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. ഓക്കെ, അടുത്ത മൂന്നാമത്തത് എന്തുവായിരുന്നു? അല്ല, നാലാമത്തെ. എ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ എ ക്ലാസ്. നമ്മുടെ ക്ലാസ്സിലെ ബോയ്സിൻ്റെ എണ്ണം നമുക്ക് അറിയത്തില്ല. ഒരു ക്ലാസ് 40 പേരുണ്ടെങ്കിൽ 40 അപ്പോൾ ഇറ്റ് ഈസ് എ സെറ്റ്. ഇപ്പം 30 പേരെ ഉള്ളെങ്കിൽ 30 പേരായിരിക്കും നമ്മുടെ ക്ലാസ്സിലെ ബോയ്സ്. അപ്പോൾ ഇറ്റ് ഈസ് എ സെറ്റ്. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ എന്തോ, കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 100. 1 തൊട്ട് 100 വരെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് നാച്ചുറൽ നമ്പർ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത് സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് എന്തുവാ? എ കളക്ഷൻ ഓഫ് നോവൽസ് റൈറ്റേഴ്സ് ബൈ ദെയർ മുൻഷി പ്രേം ചന്ദ്. മുൻഷി പ്രേംചന്ദിൻ്റെ നോവൽസ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ എന്തോ ഇതൊരു സെറ്റാണ്. ഇനി ഈവൻ നമ്പേഴ്സ്, കളക്ഷൻ ഓഫ് ഈവൻ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും അതും ഒരു സെറ്റാണ്. ഓൾ ഈവൻ ഇൻറ്റീജേഴ്സ് ആർ ഇറ്റ് ഈസ് എ സെറ്റ്. ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ എ ചാപ്റ്റർ. ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെറ്റാണ്. ചാപ്റ്റേഴ്സിൻ്റെ അകത്ത് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് എണ്ണി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇറ്റ് ഈസ് എ സെറ്റ്. എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചർ ആനിമൽസ് ഓഫ് ദ വേൾഡ്. ഞാനിപ്പോൾ ആനക്കൊണ്ടെന്ന് പറയുകയാണെങ്കിൽ വേറൊരാൾ വേറെ ഇതായിരിക്കും പറയുന്നത്. സോ ഇത് സെറ്റ് അല്ല, ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എലമെൻ്റ് ആണോ എലമെൻ്റ് അല്ലയോ എന്നത്. ഈ ഒരു സെറ്റാണ് നമുക്ക് തന്നേക്കുന്നത്. 5 ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇ എന്ന് എഴുതണം, ഇല്ലെങ്കിൽ ഇ എന്ന് പറഞ്ഞിട്ട് നോട്ട് ഈക്വൽ ടു എഴുതണം. എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ യൂസ് ചെയ്യുന്നത് ഇയും, നോട്ട് എ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയുടെ മണ്ടയ്ക്ക് ഒരു വെട്ടുക. 5 ഇതിലെ എലമെൻ്റ് ആണോ? 5 ഇതിലെ എലമെൻ്റ് ആണെങ്കിൽ ഇ എന്ന് എഴുതണം. 8 ഇതിലെ എലമെൻ്റ് ആണോ? അല്ല. അപ്പം നമ്മൾ ഇ എന്ന് പറഞ്ഞിട്ട് നോട്ട് ഈക്വൽ. 2 ഇതിലെ എലമെൻ്റ് ആണോ? ആണ്. 4 ആണ്. മുട്ടയോ? അല്ല. 10 അല്ല. സിമ്പിൾ അല്ലേ ഇത്? ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെറ്റ് ഇൻ റോസ്റ്റർ ഫോംസ്. ഇങ്ങനെ തരുന്ന സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് അങ്ങനെ തരുന്നതിനാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. ഇതിൻ്റെ ഇടയിൽ വരുന്ന നമ്പർ അങ്ങ് നോർമലി എഴുതി വെക്കണം. ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ എക്സ് ആക്സിസ് നിന്ന് തരികയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സ് എന്തൊക്കെയായിരിക്കും? -2, -1, 0, 1, 2, 3, 4, 5, സ്ഥലമില്ലല്ലോ, 6. ഇത്രയുമായിരിക്കും വരുന്നത്. ഇത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കുറച്ചുകൂടെ വൃത്തിക്ക് വരച്ച് കഴിഞ്ഞാൽ റെഡിയാവും. ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമ്പേഴ്സ് ഇങ്ങനെ പറക്കി എഴുതിയാൽ മതി. ഇത്ര നമ്പേഴ്സ് എന്തൊക്കെയാണ്? ഒരു മിനിറ്റ്. ഏതൊക്കെയാണ്? -2, 1, -1, 0, 1, 2, 3, 4, 5, 6. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇത് ഒന്നാമത്തെ. സെക്കൻഡ്, നാച്ചുറൽ നമ്പേഴ്സ് എഴുതാനും കൊണ്ട്, അതും ലെസ് ദാൻ 6. അപ്പോൾ എന്തോ സിമ്പിളായിട്ട് അങ്ങോട്ട് എഴുതണം. 2 എഴുതുക. ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്നത് 2 ഡിജിറ്റ് നമ്പർ 2 ഡിജിറ്റ് നമ്പർ പ്ലസ് ചെയ്യുമ്പോൾ 8 കിട്ടണം. അപ്പോൾ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. 1, 7, 2, 6, 3, 5, 4, 4, 5, 3, 6, 2, 7, 1. എന്തുവാ? ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 8 കിട്ടത്തില്ലേ? ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 8 കിട്ടത്തില്ലേ? ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 8, ഇത് +8, ഇതും കിട്ടും, ഇതും കിട്ടും, ഇതും കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും നമ്പർ എഴുതിയാൽ മതി. ഈ സംഭവം ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി എഴുതുന്നു. ഓക്കെ, പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസഡ് ബൈ 60. 60യുടെ പകുതി എത്ര? 30. 30യുടെ പകുതി 50. ഈ 2ൻ്റെ ടേബിളിൻ്റെ അകത്തുണ്ട്, ഇത് 2ൻ്റെ ടേബിളിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇത് പകുതി എത്ര?
മീൻസ് ഇങ്ങനെ നോക്കിയാൽ മതി. 5 × 3 15. അപ്പോൾ 3 എടുത്ത് ഇവിടെ എഴുതണം, 50 ഇവിടെ എഴുതണം, 5 ഇവിടെ എഴുതണം, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ വന്ന സൈഡിൽ വന്ന നമ്പേഴ്സ് എല്ലാം എഴുതണം. 2 × 2 × 3 × 5. ഈ 2 വരുമ്പോൾ ഒരൊറ്റ 2 ആയിട്ട് എഴുതിയാൽ മതി. 3 5. അപ്പോൾ നമ്മൾ ജസ്റ്റ് 2 3 5 ഇത്രയും എഴുതിയാൽ മതി ഇവിടെ. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ട്രിഗ്നോമെട്രി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, റിപ്പീറ്റഡ് ആയിട്ട് വന്ന നമ്പേഴ്സ് ഒന്നും എഴുതരുത്. ടി ഇവിടെ ഉണ്ട്, ഈ ടീനെ എഴുതരുത്. 6 ഇവിടെ ഉണ്ട്, ഈ 6 ഒരു 6 എഴുതാവുള്ളൂ. ഐ ഒരെണ്ണേ ഉള്ളൂ, അത് അതുപോലെ എഴുതണം. ജി ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, അത് എഴുതണം. ഒ ഇവിടെ ഒരെണ്ണേ എഴുതുള്ളൂ, എൻ. ഇനി ഇവിടെ ഒ പിന്നെ വന്നിട്ടുണ്ട്, സോ അത് എഴുതരുത്. എം വന്നിട്ടില്ല, ഇ വന്നിട്ടില്ല, ടി വന്നിട്ടുണ്ട്, ആറും വന്നിട്ടുണ്ട്, വൈ വന്നിട്ടില്ല. ഇങ്ങനെ ആയിരിക്കും ഇത് വരുന്നത്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ക്വസ്റ്റ്യൻ എന്താ? ബെറ്റർ. അപ്പം ഈ BETTER ഇത് നിങ്ങൾ പറയണം. മനസ്സിൽ ഓൾറെഡി ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കണം. ഈ ബി ഇവിടെ വന്നിട്ട് ബി എന്ന് ആദ്യം എഴുതണം. ഈ രണ്ടാണ് ഇ എന്ന് എഴുതണം, ടി എന്ന് എഴുതണം. പിന്നെയും ടി വന്നിട്ടുണ്ട്, ഇയും വന്നിട്ടുണ്ട്. ഇത് രണ്ട് റിപ്പീറ്റഡാണ്. ഇത്രയേ ഉള്ളൂ, ഇത്ര എഴുതാവുള്ളൂ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, റൈറ്റ് ദ സെറ്റ് ഓഫ് സെറ്റ് ബിൽഡർ ഫോം ഏതാണ് പറഞ്ഞേക്കുന്നത്? 3 6 9 12. ഇത് ഏതിൻ്റെ മൾട്ടിപ്പിളാണ്? 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? 3 × 3 3 × 1 = 3 3 × അങ്ങനെ മൾട്ടിപ്പിൾസ് ആണ്, 3യുടെ മൾട്ടിപ്പിൾസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. എന്നിട്ട് കണ്ട് ഇവിടുത്തെ ആദ്യത്തെ നമ്പർ എത്ര? 3x > ഇവിടുത്തെ നമ്പർ എത്ര തന്നേക്കുന്നത്? ഒരു = 12 എന്നും കൂടി ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. രണ്ടാമത്തെ നമ്പർ എത്ര ഇത് തന്നേക്കുന്നത്? 2 4 8 16 32. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ൻ്റെ പവേഴ്സ് ആയിട്ടായിരിക്കും പോകുന്നത്. ഈ കിട്ടിയതിൻ്റെ പവർ ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 2, ആ കിട്ടിയതിൻ്റെ കൂടെ × 2 × 2 ചെയ്താൽ മതി. × 2 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സാണ്. അപ്പോൾ എങ്ങനെ എഴുതണ്ടേ? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ എക്സ് ആർ പവേഴ്സ് ഓഫ് 2 ഇങ്ങനെ വല്ല എഴുതിയാൽ മതി. അവർക്ക് മനസ്സിലായാൽ മതി കാര്യം. അടുത്ത് തന്നേക്കുന്ന എന്തുവാ? ഇത് 5 25 125 625. ഇതെല്ലാം എന്തിൻ്റെ ആയിരിക്കും? 5ൻ്റെ പവേഴ്സാണ്. 5 × 5 ചെയ്യുമ്പോൾ 25. ഇതിനെ ഇത് ചെയ്യുമ്പോൾ ഇത്. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? എക്സ് സച്ച് ദാറ്റ് എക്സ് = 5n എന്ന് പറഞ്ഞാലും മതി. 5ൻ്റെ ഇവിടെ ആണെങ്കിൽ 2ൻ്റെ n = ഇങ്ങനെ എഴുതിയാലും മതി. ഇത് സിമ്പിളായിട്ട് അപ്പോൾ കാര്യം തീരും. അടുത്ത ക്വസ്റ്റ്യൻ 2 4 6. ഇത് എന്തുവാ? ഈവൻ നമ്പേഴ്സ് ആണെന്ന് കാണുമ്പോഴേ അറിയത്തില്ലേ? അപ്പം നമ്മൾ എന്തോ എഴുതണം? ഈവൻ നമ്പേഴ്സ്. അപ്പോൾ എക്സ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ ഇങ്ങനെ എഴുതിയിട്ട് ഇതകത്ത് വെക്കണം. പറഞ്ഞേക്കുന്നത് 1 4 9 100 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുവാ? ജസ്റ്റ് 1ൻ്റെ സ്ക്വയർ എത്ര? 1, 2ൻ്റെ സ്ക്വയറോ 4, 3ൻ്റെ സ്ക്വയർ 9. അതല്ലേ പറഞ്ഞേക്കുന്നത് ഇവിടുത്തെ നമ്പറാണ്. 1 4 9. ഇവിടെ വരുന്ന അടുത്ത സ്ക്വയർ ഏതായിരിക്കും? 16. അങ്ങനെ പോകും. അപ്പോൾ ഇതെന്തുമായിരിക്കും? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഓഫ് എ നാച്ചുറൽ നമ്പർ. ഇപ്പം നമുക്ക് തന്നത് ഇങ്ങനെ കുറേ നമ്പർ തന്നിട്ട് നമ്മളത് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എഴുതണം. ഇനി ഇവർ താണ്ട് ഇങ്ങനെ നമുക്ക് തരും, സെറ്റ് ബിൽഡർ ഫോമിൽ തരുമ്പോൾ നമ്മളത് ഇൻറ്റീജേഴ്സ് ആക്കി അങ്ങ് എഴുതണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഓഡ് നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 3 5 7 ഇത്രയേ ഉള്ളൂ. ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞ് ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ എഴുതി വെക്കാം. എക്സ് ഈസ് ഈക്വൽ ടു -1/2 > 9/2. 2ൻ്റെ പകുതി എത്ര? 2ൻ്റെ പാതി വേണ്ട, അത് വേണ്ട, കോംപ്ലിക്കേറ്റഡ് ആവട്ടെ. നമുക്ക് 2ൻ്റെ പാതി നോക്കാം. 2ൻ്റെ പാതി എന്ന് പറയുമ്പോൾ 0.5. 9ൻ്റെ പാതി എത്ര? 9ൻ്റെ പാതി വേണമെങ്കിൽ ചെയ്യാം. 2ൻ്റെ ടേബിളിൻ്റെ അകത്ത് 9 ഇല്ല. 2 × 4 ചെയ്യുമ്പോഴാണ് 8 വരുന്നത്. സോ ഈ 4 ഇവിടെ എഴുതണം, 8. ഇത് മൈനസ് ചെയ്യുമ്പോൾ 1. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് ഇവിടെ ഒരു 0 ഇടണം. എന്നിട്ട് 2ൻ്റെ ടേബിളിൽ അത് 10 ഉണ്ടോ? ഉണ്ട്. 2 × 5 = 10. അപ്പോൾ ഈ 5 എടുത്ത് ഇവിടോട്ട് എഴുതണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പാതി എന്തുവാ? 4.5. അപ്പോൾ ഈ ഫസ്റ്റ് നമ്പറും ഇവിടെ വരെ വരാവുള്ളൂ. ഈ 0യും 4ഉം വരാവുള്ളൂ. ഇതിൻ്റെ ഇടയിൽ വരുന്ന നമ്പർ ഏതൊക്കെയാണ്? 1
2 3 ഇത്രയുമായിരിക്കും ഇതിൻ്റെ ആൻസർ. മനസ്സിലായോ? എക്സിൻ്റെ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരിക്കണം എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ 4ൻ്റെ താഴെയുള്ള ബാക്കിലോട്ടുള്ള നമ്പേഴ്സ് എല്ലാം എഴുതി വെക്കണം. ഏതൊക്കെയാണ്? 2 1 0 -1 -2. സോറി, ഇതാണ് ആൻസർ. മനസ്സിലായോ ഇത്? ഫോർത്ത് വൺ ക്വസ്റ്റ്യൻ ഈസ് ലോയൽ ലെറ്ററിൻ്റെ വേർഡ് ഏതാണ്? ലോയൽ, LOYAL. ഇതെങ്ങനെയാണ് എഴുതുന്നത്? ഒരു എല്ലുണ്ട്, Y ഒന്നേ ഉള്ളൂ, O എന്നേ ഉള്ളൂ, Y A ഇതിനി വരുമോ? ഇല്ല, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ദ കോൺസോണൻറ്റ് ഇൻ എ ഇംഗ്ലീഷ് ആൽഫബറ്റ് വിച്ച് പ്രിസിഡീസ് കെ. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A തൊട്ട് K വരെയുള്ള നമ്പേഴ്സ് എഴുതണം. A തൊട്ട് K വരെ ഉള്ളത് A B C D E F G H I J K ഇത്രയുണ്ട്. ഇതിൽ എന്തായിരുന്നു ഇവിടെ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? കൺസോണൻ്റ് എഴുതണമെന്നാണ്. മീൻസ് AEIOU ഇല്ലേ, വൗവൽസ്, അതിൽ വരുന്നത് ഇതിൽ എഴുതാൻ പാടില്ല. AEIOU അല്ലേ, സോറി തിരിഞ്ഞു പോയി. AEIOU. ഓക്കെ, ഇതാ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതൊന്നും ഇതിൽ എഴുതാൻ പാടില്ല. അപ്പോൾ B എഴുതല്ല, E എഴുതല്ല, IU എഴുതല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വരുന്ന ആൻസർ BCDFGHJK. ഓക്കെ, മനസ്സിലായോ? ഇത് സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്ന ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ലാസ്റ്റ് എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 1 2 3 6 1 2 3 6 1 2 3 6 ഇതിൽ ഏതുമായിട്ടായിരിക്കും മാച്ച് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രൈം നമ്പർ ആൻഡ് എ ഡിവൈസർ ഓഫ് 6. ഇത് പ്രൈം നമ്പറും ആയിരിക്കണം, ഒരു ഡിവൈസർ ബൈ 6 വെച്ച് ഡിവൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓഡ് നമ്പർ ലെസ് ദാൻ 10. അടുത്തത് നാച്ചുറൽ നമ്പർ ഡിവൈസർ ഓഫ് 6. ഇത് മാച്ച് ചെയ്യുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഇതുമാണ്. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇനി എന്തുവായിരുന്നു? ലെസ് ദാൻ 10 എന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഇതാണ്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായോ? ഇത് രണ്ടും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടിനും ബാക്കി വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഇത് വരുന്നത് ഇതുമായിട്ട്, ഇത് വരുന്നത് ഇതുമായിട്ട്. ഇനി ഇതും മാത്രമേ ഉള്ളൂ കിടക്കുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് ഡിവൈസർ ബൈ 6ഉം പ്രൈം നമ്പറും ആയിരിക്കണം. സിമ്പിളായിട്ട് നോക്കിയാൽ പോരെ 2ഉം 3ഉം വന്ന്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6ൻ്റെ ഡിവൈസർ എന്തൊക്കെയാണ്? 3ൻ്റെ ടേബിളിൻ്റെ അകത്തുണ്ട്. എത്ര വെച്ച് നോക്കുമ്പോൾ? 2 വെച്ച് നോക്കുമ്പോൾ. സിമ്പിൾ അല്ലേ? അപ്പം നമുക്ക് കിട്ടി 3ഉം 2ഉം 2ഉം 3ഉം. മനസ്സിലായോ? അപ്പം നമുക്ക് ഇത് താണ്ടി ഇങ്ങോട്ട് വരയ്ക്കാം. ഇനി ബാക്കി കിടക്കുന്ന ഒരെണ്ണം അത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. കണ്ടോ? സിമ്പിൾ അല്ലേ ഇത്?